അല്ലാഹു ഖൈറും സന്തോഷവും നൽകുമാറാവട്ടെ. കൂട്ടത്തിൽ മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുന്നവരുണ്ട്. 90ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. അൽഹംദുലില്ലാ. അവരൊക്കെ സഹായിക്കുന്നവരെ പടച്ചോൻ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ആമീൻ. ഇരിക്കെ അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടി പോകുകയാണ്. ഉമ്മമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാവരും ഈ വിശുദ്ധ സന്ദേശം മറ്റുള്ളവരിലേക്ക് നാം കൈമാറ്റം ചെയ്യണം. ആരെങ്കിലൊക്കെ ഇത് കേട്ട് നന്നാകുമ്പോ അതിൻ്റെയും കൂടെ സവാബ് നമുക്ക് അല്ലാഹു നൽകുമല്ലോ. അല്ലാഹു നീ നൽകണേ അല്ലാ. 10 തവണയാണ് അസ്മാഉൽ ഹുസ്ന നാം ചൊല്ലുന്നത്. 10 തവണ ചൊല്ലിയാലുള്ള മഹത്വങ്ങള് നമ്മളെപ്പോഴും പറയുന്നതാണ്. എന്നാൽ ആരെങ്കിലും കേൾക്കാത്തവരോ ഇനി ഒന്നും കൂടെ ഉറപ്പുവരുത്താനും കൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ ആ ബൈത്ത് മാത്രം ഒന്ന് പാടുകയാണ്. അല്ലാഹു ജല്ല ജലാലവൻ മനക്കൊന്നിനെ പടച്ചിട്ടുമുണ്ടതോ കേൾക്ക് രൂപം എങ്ങിനെ, അവർക്കുള്ള തലയും 1000 എന്നുണ്ട്, ഓരോരോ തലയിൽ 1000 മുഖമുണ്ട്, ഓരോരോ മുഖമിൽ 1000 വായുണ്ട്, ഓരോരോ വായിൽ നാക്കും 1000 ഒരു മലക്കിന് അല്ലാഹു പടച്ചു. ആ മലക്കിന് അല്ലാഹു 1000 തലകൾ കൊടുത്തു. ഓരോ തലയിലും 1000 നാവുകള്, 1000 മുഖങ്ങള്, ഓരോ മുഖത്തിലും 1000 വായകള്, ഓരോ വായയിലും 1000 നാവുകള്. അപ്പൊ എത്ര കണ്ട നാവുകളാ മലക്കിലുണ്ടാകും? ആ മലക്കിന്റെ പണി എന്താണെന്നറിയോ? വിക്രങ്ങൾ അങ്ങനെ ചൊല്ലുകയാണ്. ഒരു ദിവസം ആ മലക്ക് റബ്ബിനോട് ചോദിക്കുകയാണ്. ചോദിച്ചു ആ മലക്കുമ്മിടാകോടതബിലും നിനക്കുണ്ടോ ആബിദ ശ്രേഷ്ഠമായവരെന്നിലും? അല്ലാഹുവേ, എന്നെക്കാൾ മഹത്വമുള്ള ആരെങ്കിലും നിന്റെ അടിമകളുടെ കൂട്ടത്തിലുണ്ടോ? അല്ലാഹു പറയുകയാണ്, ആദം നബി അവർ കുള്ള മക്കളിൽ നിന്നൊരാൾ ചെയ്യുന്നതാണ് നിങ്ങളെക്കാൾ അമലുകൾ. ആരാണു റബ്ബേ ആ മഹാൻ ഞാൻ ചെന്ന് കാണാൻ എനിക്കനോ വാദവും താ ഇന്ന്. ആരാണ് പഠിച്ചോൻ അയാള്? എനിക്കൊന്ന് കാണാൻ അനുവാദം തരുമോ? അങ്ങനെ ആ മലക്ക് അനുവാദം വാങ്ങി ഭൂമി ലോകത്തിലേക്ക് കടന്നു വന്നപ്പോ ഒരു പക്ക നാടനായ മനുഷ്യന്, അയാൾ വെറും ഫർളുകൾ മാത്രമാണ് ചെയ്യുന്നത്, വേറൊന്നും അയാളുടെ ജീവിതത്തിൽ കാണുന്നില്ല. വെറും ഫർളിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കന്ന് കണ്ടില്ലേ മഹാനിൽ നിന്നും. ഒന്നും കണ്ടില്ല. ഈ ഫർള് മാത്രം ചെയ്യുന്നതാണ് ഈ മലക്ക് കാണുന്നത്. അങ്ങനെ ഈ മലക്ക് ചോദിക്കുകയാണ് ആ മനുഷ്യനോട്, അല്ല മനുഷ്യ, ഞാനൊരു മലക്കാണ്, കോടികളാണ് ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ചൊല്ലുന്നത്, ദിക്ർ ചൊല്ലുന്നത്, എന്നാൽ എന്നെക്കാൾ അല്ലാഹുവിന് ഇഷ്ടം നിന്നോടാണ്. എന്ത് അമലാണ് നീ ചെയ്യാറുള്ളത്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, സുബഹിക്ക് ശേഷം ചെല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും 10 ഇത് ഇബ്നു ഹിബ്ബാൻ തുർമുദി റിപ്പോർട്ടും ചെയ്തിട്ടുമുണ്ട്, ഹാക്കിമിൻ സപ്പോർട്ടും. ഞാൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഞാനൊരു 10 തവണ എല്ലാ പ്രഭാതത്തിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്രയും മഹത്വമാണ്. 1000 തലയുള്ള മലക്ക്, ഓരോ തലയിലും 1000 മുഖങ്ങള്, ഓരോ മുഖത്തിലും 1000 വായകള്, ഓരോ വായയിലും 1000 നാവുകള്. സുബ്ഹാനല്ലാഹ്, ആ മലക്ക് ദിക്ർ ചൊല്ലുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമാണ് 10 തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന മനുഷ്യന്മാരെ. ചൊല്ലിക്കോളൂ ഒപ്പമായിട്ട്. യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാ ഖുദ്ദൂസു യാ സലാമു യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ ഖാലിഖു യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാറു യാ ഖഹാറു യാ വഹാബു യാ റസാഖു യാ ഫത്താഹു യാ അലീമു യാ ഖാബിദു യാ ബാസിത്തു യാ ഖാഫിദു യാ റാഫിഉ യാ മുഇസ്സു യാ മുദില്ലു യാ സമീഉ യാ ബസീറു യാ ഹകമു യാ അദ്ലു യാ ലത്തീഫു യാ ഖബീറു യാ ഹലീമു യാ അലീമു യാ ഗഫൂറു യാ ശകൂറു യാ അലിയു യാ കബീറു യാ ഹഫീദു യാ മുഖീതു യാ ഹസീബു യാ ജലീലു യാ കരീമു യാ റഖീബു യാ മുജീബു യാ വാസിഉ യാ ഹകീമു യാ വദൂദു യാ മജീദു യാ ബാഇസു യാ ശഹീദു യാ ഹഖു യാ വകീലു യാ ഖവി യാ മതീനു യാ വലി യാ ഹമീദു യാ മുഹ്സി യാ മുബ്ദിഉ യാ മുഈദു യാ മുഹയ്യി യാ മുമീതു യാ ഹയ്യു യാ ഖയ്യൂം
قيوم يا ماجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور يا الله يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محصي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور يا الله يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محصي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا الآخر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا الله يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور يا الله يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عليم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيم يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محصي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر
يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور يا الله يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا باسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا بني يا حميد يا محصي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور يا الله ഇനി 5 തവണ കൂടെ യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരിഉ യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹാർ യാ വഹാബ് يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا بني يا حميد يا محصي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور يا الله يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محصي يا مبدي يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور يا الله ഇനി 3 തവണ കൂടെ യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ
يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسن يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم واجد يا ماجد يا واحد يا احد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا اول يا اخر يا لاخر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والاكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور يا الله ഇനി രണ്ട് തവണ കൂടെ യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا سيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محصي يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا احد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا اول يا اخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور يا الله ഇനി ഒരൊറ്റ തവണ കൂടെ യാ അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മാലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരിഉ യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹാർ യാ വഹാബ് യാ റസാഖ് യാ ഫത്താഹ് യാ അലീം യാ ഖാബിദ് യാ ബാസിത് യാ ഖാഫിദ് യാ റാഫിഉ യാ മുഇസ് യാ മുദിൽ യാ സമീഉ യാ ബസീർ യാ ഹകം യാ അദൽ യാ ലത്തീഫ് يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محصي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا لاخر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور يا الله ഇനി എല്ലാവരും ഈ ബൈത്ത് ചൊല്ലണം യാ അല്ലാഹു യാ അല്ലാഹ് فرجنا من بابا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من بابا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى
انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله فرجنا من بابا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഒരുപാട് രോഗികളുണ്ട് കുഞ്ഞുവാവ എന്താണ് രോഗികളായ ആളുകൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേരുണ്ട്. അല്ലാഹുവിന്റെ രോഗങ്ങളെ അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ. എന്താണ് ഈ കുട്ടിക്ക് അള്ളാഹുവിനെ എല്ലാ പ്രയാസവും നീക്കി കൊടുക്കണേ. അല്ലാഹ് പാവങ്ങളാണ് ഈ കുഞ്ഞു പൈത മക്കളൊക്കെ വന്നതെന്തിനാണെന്നറിയോ? നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നതെന്തിനാണെന്നറിയോ? ഒരു 100 200 കിട്ടാൻ വേണ്ടിയല്ല, ഒരു 500 1000 തരാൻ വേണ്ടിയല്ല, നിങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവിനെ ഖൈറ് കൊടുക്കണേ. അല്ലാഹ് ഈ കുഞ്ഞു പൈത മക്കളെ നിങ്ങൾ മറന്നു പോകല്ലേ. അല്ലാഹു ഇവർക്കെന്താ രോഗം? അല്ലാഹു അവസ്മാരം പോലെയുള്ള പടച്ചവനെ ശിവ കൊടുക്കണേ. അല്ലാഹ് ശിവ കൊടുക്കണേ. അല്ലാഹ് പടച്ചവനെ ശിവ കൊടുക്കണേ. അല്ലാഹ് ആഫിയത്ത് കൊടുക്കണേ. അല്ലാഹ് എന്റെ ഉമ്മമാരെ ഇന്ന് നമ്മൾ ഉറങ്ങാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഞാനടക്കം ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിയിൽ തഹജ്ജുദിനെ നേറ്റ് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ഈ പൈതം മക്കളെ ഓർക്കാൻ മറക്കല്ലേ. അല്ലാഹുവിനെ ഖൈർ നൽകണേ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ. അല്ലാഹ് റാഹത്ത് കൊടുക്കണേ. അല്ലാഹ് എന്താ കുട്ടിക്ക് പടച്ചവനെ റഹ്മാനായ റബ്ബേ അല്ലാഹു കുഞ്ഞു പൈതലിനെ അല്ലാഹു ചെവി കേൾക്കുകയില്ല, അതുപോലെ തന്നെ സംസാരിക്കാനും കഴിയുകയില്ല. അല്ലാഹു എത്ര ആഗ്രഹം ഉണ്ടാവും. പടച്ചവനെ നീ റാഹത്ത് കൊടുക്കണേ. അല്ലാഹ് സന്തോഷം കൊടുക്കണേ. അല്ലാഹ് ഈ മജ്ലിസിന്റെ കറാമത്ത് കൊണ്ട് ഈ മക്കളുടെ അസുഖം നീ ശിവ കൊടുക്കണേ. അല്ലാഹ് ശിവ കൊടുക്കണേ. കുട്ടിക്ക് 1.5 വയസ്സായ മകന് ഒരസുഖവുമില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ കിട്ടിയതാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് മജ്ലിസിൽ നേരിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് പടച്ചവനെ നീ എത്ര വയസ്സായി? പടച്ചവനെ അല്ലാഹു ഒരു രോഗവും ഈ കുട്ടിക്കില്ല എന്നാ പറയുന്നത്. പക്ഷെ അല്ലാഹുവേ പലതരത്തിലുള്ള അസുഖങ്ങളെ കൊണ്ട് വിഷമിക്കുകയാണ്. ശിഫ കൊടുക്കണേ. അല്ലാഹ് ശിഫ കൊടുക്കണേ. അല്ലാഹ് ഈ പൈത മക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ. അല്ലാഹ് ആരോഗ്യം കൊടുക്കണേ. അല്ലാഹ് പടച്ചവനെ റാഹത്ത് നൽകണേ. അല്ലാഹ് പടച്ചവനെ അല്ലാഹു എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ. അല്ലാഹ് എന്താണ് ഈ കുട്ടിക്ക്? പടച്ചവനെ 2 ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനിയും ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയുന്നു. പടച്ചവനെ അത് ഡോക്ടറാണ്, നിന്റെ അടിമയാണ്. പടച്ചവനെ നീയാണ് വലിയ ഡോക്ടർ, നിന്നെക്കാൾ വലിയൊരു ഡോക്ടറെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പടച്ചവനെ ശിവ കൊടുക്കണേ. അല്ലാഹ് ഈ കുഞ്ഞുവാവയുടെ രോഗം നീ മാറ്റി കൊടുക്കണേ. അല്ലാഹ് ഈ കുഞ്ഞുവാവക്ക് നീ ആഫിയത്ത് കൊടുക്കണേ. അല്ലാഹ് ഈ പൈതം മക്കളെ നീ രക്ഷപ്പെടുത്തണേ. അല്ലാഹ് ഇവര് കാണിക്കുന്ന ഡോക്ടർമാരുടെ കൈകളിൽ നീ ശിഫായിനെ നിറച്ചു കൊടുക്കണേ. അല്ലാഹ് ഇവർ കുടിക്കുന്ന മരുന്നിൽ നീ ശിഫാ നിറച്ചു കൊടുക്കണേ. അല്ലാഹ് പടച്ചവനെ ഇവര് കാണിക്കുന്ന ആശുപത്രിയിൽ കാണിക്കുമ്പോ അവിടൊക്കെ നീ ശിഫായിനെ നിറച്ചു കൊടുക്കണേ. അല്ലാഹ് കുഞ്ഞുവാവക്ക് എന്താണ്? എത്ര വയസ്സായി? പടച്ചവൻ 1.5 വയസ്സായി കുഞ്ഞുവാവക്ക്. പടച്ചവനെ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളുമാണ്. ശിവ കൊടുക്കണേ. അല്ലാഹ് എല്ലാരാമീൻ പറഞ്ഞ് ശിവ കൊടുക്കണേ. അല്ലാഹ് ആ ഒക്കത്ത് നിന്നുപ്പാന്റെ കൂടെ വന്നത് എനിക്കൊന്ന് ദ്വാരക്കോ എന്ന് പറയാനാണ്. പടച്ചവനെ ശിവ കൊടുക്കണേ. അല്ലാഹ് ആഫിയത്ത് കൊടുക്കണേ. അല്ലാഹ് ആരോഗ്യം കൊടുക്കണേ. അല്ലാഹ് അൽഹംദുലില്ലാഹ് 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 10 മാസം ഇവർ കല്യാണം കഴിഞ്ഞ് 10 വർഷം ഇവർ കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടായിരുന്നില്ല.
വിശുദ്ധമായ ദിക്റുസ് സബാഹിന്റെ കറാമത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഭാര്യ ഗർഭിണിയായി. അൽഹംദുലില്ലാഹ് അത് സുഖപ്രസവമാവാൻ അല്ലാഹു സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ നീണ്ടു നിൽക്കുന്ന മോനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ പൈത മക്കളൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി കടന്നു വന്നതാണ്. അല്ലാഹു ഇനി എല്ലാവർക്കും റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. മനസ്സിലായി, എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ വിജയം കൊടുക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. ഇപ്പോൾ മുറിവുണ്ട്. അല്ലാഹുവിന് ശിഫ കൊടുക്കണേ അല്ലാഹ്. എന്റെ ഉമ്മമാരോട് പറയാനുള്ളത്, ഇന്ന് ഒരു 313 ഫാത്തിഹ ഓതാതെ നമ്മൾ കിടക്കരുത് ഇൻഷാ അല്ലാഹ്. എന്തിനു വേണ്ടിയാണ്? ബദരീങ്ങളുടെ പേരിൽ ഓടണം. ഈ ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് യാചിച്ച് കടന്നു വന്ന ഇവർക്ക് വേണ്ടി നമ്മൾ 313 ഫാത്തിഹ ഓതണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരു മുറിവുണ്ട് റബ്ബേ, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ എപ്പോഴും അസുഖങ്ങളാണ്, മരുന്ന് കുടിക്കാറുണ്ട്. പടച്ചവനെ പൂർണ്ണമായിട്ടും ശിഫ കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. അസുഖം മാറി എന്നുള്ള വാർത്ത ഞങ്ങൾ അറിയിച്ചു തരണേ അല്ലാഹ്. അല്ലാഹു ഇനി ഖൈർ കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും ഒരുപാട് പ്രയാസങ്ങളാണ് റബ്ബേ. എന്താണ് പടച്ചവനെ 27 വയസ്സായ ഒരു മകൻ ഇപ്പാനെ ഞാൻ വിളിച്ചതെന്തിനാണെന്നറിയോ? കലങ്ങിയ കണ്ണുമായിട്ടാണ് ഇവർ ഇവിടെ നിൽക്കുന്നത്. അല്ലാഹുവിന് ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഇവരുടെ പൊന്നുമോന്റെ രോഗം അല്ലാഹുവിനെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഇവരുടെ അസുഖങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ തുടങ്ങിയാല് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും. അസുഖമുള്ളവര് മാത്രം വന്നാൽ മതി. അല്ലാഹുവിന് റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ആ മനുഷ്യന്റെ കാലിന് ഒരുപാട് ദിവസങ്ങളായി ആ അസുഖമുണ്ട് റബ്ബേ, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഉപ്പാക്ക് എന്തൊരു അസുഖം ഉണ്ടല്ലോ, എന്താ ചെവി കേൾക്കാൻ. പടച്ചവന് ചെവി കേട്ടിരുന്ന ഒരാളാണ്. പെട്ടെന്നൊരു ദിവസം അവരുടെ ചെവിയുടെ കാഴ്ച കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയതാണ്. പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഈ ഉപ്പാന്റെ രോഗം നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ്. ഇവരൊക്കെ എല്ലാവരും എല്ലാവർക്കും അല്ലാഹു നീ ശിഫ നൽകണേ അല്ലാഹു. പടച്ചവൻ ഊരക്ക് ബെൽറ്റ് ഇട്ടതാണ്. അല്ലാഹുവിന് ശിഫ കൊടുക്കണേ അല്ലാഹ്. നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ നരമ്പ് ബ്ലോക്ക് വന്ന് ഒരു ഭാഗം തരിപ്പാണ്. പടച്ചവനെ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരുടെ പ്രയാസങ്ങളും നീ തീർത്ത് സലാമത്ത് നൽകണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇവർക്കൊരു മകളുണ്ട്, 10 വയസ്സായ മകളാണ്. അവര് രോഗിയായി കിടക്കുകയാണ്. കിടന്നോടത്തുനിന്ന് കിടക്കുകയാണ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, 100 കൂട്ടം വിഷയങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് പടച്ചവനെ ഈ രോഗികളായ ആളുകളെ മജ്‌ലിസിൽ വന്നിരിക്കുന്നത് അല്ലാഹ്. എല്ലാവരുടെ രോഗവും നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെ പ്രയാസങ്ങളും തീർത്ത് സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. മറന്നുപോകുന്ന രോഗം പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. താലീമിന് സംഭവിച്ചത് പടച്ചവനെ അല്ലാഹുവേ, ദാറുൽ ഹുദയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗിയാണ്. രോഗം നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരും 2 കിഡ്നിയും പ്രയാസത്തിലാണ്. പടച്ചവനെ ശിഫ കൊടുക്കണേ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്.
എല്ലാവരും ആമീൻ പറഞ്ഞാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നൊരു ദുആ നടത്താം. വെള്ളിയാഴ്ചയായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഓരോരുത്തരെ പറയുമ്പോൾ നേരെ ഒരുപാട് വഴുകും. അൽക്കഹ്ഫ് ഓതണം എല്ലാവരും. ഇതൊക്കെ ഞാനങ്ങനെ എനിക്ക് ഇതൊരു ഭയങ്കര ഇഷ്ടം. എന്താ അത് ഓരോരുത്തരുടെയും വിഷമങ്ങൾ കേട്ട് അവർക്ക് ദ്വാരന്ന് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ നൽകേണ്ടത് ഒരു 100, 500, 1000 അല്ല, അതിലപ്പുറം വലുത് നിങ്ങളുടെ പ്രാർത്ഥന. അത് മാത്രം നിങ്ങളുടെ ദുആ. എന്തിനാ ദ്വാരക്കേണ്ടതെന്നറിയോ? കുറെ കാശ് കിട്ടാനോ വലിയൊരു വീടുണ്ടാവാനോ വലിയൊരു വാഹനം ഉണ്ടാവാനോ ഒന്നിനുമല്ല. അതൊക്കെ പഠിച്ചോൻ വേണ്ടതുപോലെ ഹൈറായ രീതിയിലൊക്കെ എനിക്ക് വേണ്ടതൊക്കെ പഠിച്ചോൻ തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഇതാണ്, മരിക്കുന്നത് വരെ വഴല് പറയണം, മരിക്കുന്നത് വരെ വിശുദ്ധമായ ദീനിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം. എവിടെന്നെങ്കിലും മരിക്കുകയാണെങ്കിൽ ഒരു വഴലിന്റെ സദസ്സിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കണം. എന്നിട്ട് ആ മജ്ലിസിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ആ ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം തീർത്ത് സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് മജ്ലിസിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ലാ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. آمين برحمتك يا أرحم الراحمين. ഒരുപാട് ലിസ്റ്റുകള് ദുആക്കുള്ള കത്തുകൾ ഇവിടത്തിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ കത്തുകൾ മുഴുവനായി വായിക്കാനുള്ളതാണ്. ഇതൊക്കെ വായിച്ചാൽ ഇന്നത്തെ ദിവസം മാത്രം മതിയാകുകയില്ല. പക്ഷെ ഇതിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത് വായിക്കുകയും ഇല്ല. അതെന്റെ കുടുംബത്തിൽപ്പെട്ടവര് തന്നാലും ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല. എന്റെ ഭാര്യ പറയാറുണ്ടിക്ക, നിങ്ങൾക്ക് ഇത് പറഞ്ഞു ദ്വാരക്കണം. അപ്പോഴൊക്കെ ഞാൻ പറയും, എല്ലാവർക്കും ദുആ ചെയ്യുന്നത് പോലെ ഞാൻ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞാൻ ഒരാളുടെ കത്തും വായിക്കുന്നില്ല. ഒരാളെ കത്തെങ്ങാനും ഞാൻ വായിച്ചു കഴിഞ്ഞ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ പകുതി ഭാഗം വായിക്കാതെ വിട്ടുപോയ നാളെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരില്ലയോ? ഇൻഷാ അല്ലാഹ് ഈ കത്ത് മുഴുവനും നാളെയും മറ്റന്നാളെയുമായി ഓരോ മജ്ലിസിലും ഇൻഷാ അല്ലാഹ് വായിക്കുന്നതാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്. പിന്നെ നിങ്ങൾ പേടിക്കണ്ട, ഓരോ ദിവസത്തിലും 5 നേരം ശുദ്ധമായ നിസ്കാരം കഴിഞ്ഞ നിങ്ങൾക്ക് താഴത്ത് ചെന്നാൽ അറിയാം, അവിടെ ഒരു പഴയ മിമ്പറുണ്ട്, അവരുടെ പഴയ മിഹ്റാബുണ്ട്. ആ മിഹ്റാബിന്റെയും മിമ്പറയുടെയും ഇടയിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം ഒരു 5 വക്തില് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഞാൻ റൂമിലേക്ക് പോകാറില്ല. ഏത് മക്കാമിൽ ചെല്ലുമ്പോഴും അവിടെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഞാൻ മറക്കുകയില്ല. എന്റെ സമ്പത്തും നിങ്ങളാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാം നീ റാഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പടച്ചവനെ, അതിന് പകരം തരാൻ എന്റെ കയ്യിലെ ദുആ അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാഹുവേ നീ റാഹത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ ഫതഹ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ
റാഹിമീൻ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഒരു ഖിറാഅത്ത് പോലും ചെയ്യാതെ ജീവിച്ചു മൺമറഞ്ഞു പോയ കണ്ണിയത്ത് ഉസ്താദിന്റെ ചാരത്തു നിന്ന് ഔലിയാക്കന്മാരുടെ നേതാവ്, ഇന്ത്യയുടെ സുൽത്താൻ അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലായി ലോകം പടക്കാൻ കാരണദൂതരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ, നമ്മളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ 26ഓളം വരുന്ന ദിക്റുകളും ദുആകളുമായി ഇൻഷാ അല്ലാഹ് നിറഞ്ഞൊലിക്കുന്ന കണ്ണുകളോടെ വിതുമ്പുന്ന ഹൃദയത്തോടെ ഇലാഹായ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ 5:50 കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.